കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിച്ച സാമ്പത്തിക സർവേയിൽ കേരളത്തെ പ്രശംസിച്ചതിന് രാജീവ് ചന്ദ്രശേഖർ മറുപടി പറയണമെന്ന് മന്ത്രി എം.പി. രാജേഷ്. ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ കേരളത്തിന്റെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയെ അതിദാരിദ്ര്യമുക്തമായി കേരളം പ്രഖ്യാപിച്ച ദിവസം പത്രസമ്മേളനം നടത്തി അധിക്ഷേപിച്ചത് ഇത് വെറും പബ്ലിസിറ്റി സ്റ്റണ്ടാണ് എന്നാണ് രാജീവ് ചന്ദ്രശേഖർ. ബി.ജെ.പി. നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ച ഇക്കണോമിക് സർവേയിലാണ് ഇത് രാജ്യത്തിന് മാതൃകയാണ് എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. സമൂഹത്തെയാകെ പങ്കാളികളാക്കിക്കൊണ്ടുള്ള അതിദരിദ്രരായ ആളുകളെ കണ്ടെത്തിയും അവർക്ക് ഭക്ഷണം, ആരോഗ്യം, അടിസ്ഥാന രേഖകൾ, വീട് എന്നിവ ലഭ്യമാക്കിയിട്ടുമുള്ള ഈ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി ഒരു ദേശീയ മാതൃകയാണ് എന്ന് എക്കണോമിക് സർവേ പ്രശംസിച്ചിരിക്കുകയാണ്. ഇന്നലെ പാർലമെന്റിൽ ബജറ്റിന് മുന്നോടിയായി അവതരിപ്പിച്ച സാമ്പത്തിക സർവേ റിപ്പോർട്ടിലാണ് കേരളത്തിന്റെ അതിദാരിദ്ര്യമുക്ത പദ്ധതിയെ കേന്ദ്ര സർക്കാർ വാഴ്ത്തിയതെന്ന് മന്ത്രി രാജേഷ് അവകാശപ്പെട്ടു. ഇക്കാര്യത്തിൽ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് എന്താണ് പറയാനുള്ളതെന്ന് മന്ത്രി ചോദിച്ചു. എന്താണ് രാജീവ് ചന്ദ്രശേഖറിന് പറയാനുള്ളതെന്ന് അറിയാൻ താല്പര്യമുണ്ട്. പബ്ലിസിറ്റി സ്റ്റണ്ടാണ് എന്ന വാദത്തിൽ ഇപ്പോഴും അദ്ദേഹം ഉറച്ചു നിൽക്കുന്നുണ്ടോ, അതോ ഇങ്ങനൊരു ഒരു പ്രശംസയെ എക്കണോമിക് സർവേ നടത്തിയിട്ടില്ല എന്ന മട്ടിൽ കണ്ണടച്ച് കിടക്കാനാണോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? ഇത് കേരളത്തിൽ അതിദാരിദ്ര്യമുക്ത പ്രവർത്തനത്തെ വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്ത എല്ലാവർക്കുമുള്ള മറുപടിയാണ്. ചില വിദഗ്ധർ എന്നവകാശപ്പെടുന്നവർ രംഗത്ത് വന്നല്ലോ, അവരുടെയും പ്രതികരണം അറിയാൻ താല്പര്യമുണ്ട്. കേരളത്തിൽ നടക്കുന്ന നല്ലതിനെ എല്ലാത്തിനെയും ഇകഴ്ത്താൻ കണ്ണടച്ച് അന്ധമായ രാഷ്ട്രീയ വിരോധം മൂലം എതിർക്കാൻ ശ്രമിക്കുന്നവർ ഇത് കണ്ണ് തുറന്ന് കാണണം എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോയെന്ന് അറിയില്ല. പക്ഷെ ജനങ്ങളിത് കാണും. ഞങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം വസ്തുതകൾ മാത്രമാണ്. ഞങ്ങൾ ഇല്ലാത്തത് പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കാറില്ല. പബ്ലിസിറ്റി സ്റ്റണ്ടാണെന്ന പ്രഖ്യാപനത്തിൽ അദ്ദേഹം ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ? PR സ്റ്റണ്ടാണെന്നാണ് അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനത്തെ പലരും വിശേഷിപ്പിച്ചത്. ലോകം തന്നെ വാഴ്ത്തിയ പ്രഖ്യാപനമായിരുന്നു അത്. അതിദരിദ്രരെ കണ്ടെത്തി അവർക്ക് ഭക്ഷണവും പാർപ്പിടവും നൽകുന്ന പദ്ധതിയാണ് കേരള സർക്കാർ നടപ്പിലാക്കിയതെന്ന് മന്ത്രി രാജേഷ് ചൂണ്ടിക്കാട്ടി. UTV ന്യൂസ്, പാലക്കാട്.